ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എന്റെ അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. നീ ഞങ്ങൾക്കേകിടും നന്മകളോർത്തെന്നും പാടിടും സ്തുതിഗീതങ്ങൾ. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. ആനന്ദഗാനങ്ങൾ ആകുല നേരത്തും പാടി ഞാൻ ആശ്വസിക്കും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. കർത്താവിലെപ്പോഴും സന്തോഷിച്ചാർക്കുവിൻ, സ്തോത്രയാഗം കഴിപ്പിൻ. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. അവൻ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് ഘോഷിക്കും, ഇസ്രായേൽ ആനന്ദിച്ചിടും. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലിരിപ്പാൻ ഒരു ദിവസം കൂടി നമുക്ക് കർത്താവ് ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ ദൈവവചനം കേട്ട് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ളവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. ഈ ലോകത്തിൽ എന്തെല്ലാം ഉള്ളവരെക്കാളും, ലോകത്തിൻ്റെ എത്ര ഉന്നതമായ സ്ഥാനങ്ങൾ ആയിരിക്കുന്നവരെക്കാളും ഭാഗ്യവാന്മാർ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച നിസാരന്മാരെന്ന് ലോകം കണക്ക് കൂട്ടുന്ന മനുഷ്യരാണ് ഏറ്റവും വിലയേറിയവരും ഭാഗ്യവാന്മാരും. ദൈവത്തിൻ്റെ സ്തോത്രം. സ്പർജൻ ഇങ്ങനെ പറഞ്ഞിട്ട്, ലോകജ്ഞാനികൾ പരാജയപ്പെടുന്നിടത്ത് വിശ്വാസികൾ വിജയിക്കുമെന്ന്. ലോകജ്ഞാനികൾ, ലോകപ്രകാരം കഴിവുള്ളവർ, അവർ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെയും ഒരു ക്രിസ്തുഭക്തൻ, ഒരു വിശ്വാസി, അവൻ വിജയിക്കുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശുക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്നവൻ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന് അസാധ്യമായ വിഷയങ്ങളിലൊക്കെയും ജയം വരിക്കാൻ കഴിയുമെന്ന്. ദാവീദ് രാജാവിനെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ എണ്ണപ്പെട്ട പാപങ്ങളിൽ ദാവീദ് വീണുപോയി എന്നും, ദാവീദിൻ്റെ അരികിലേക്ക് ദൈവം തൻ്റെ പ്രവാചകനെ അയച്ച് ദാവീദിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ആലോചനകൾ ദാവീദിന് ലഭിച്ചപ്പോൾ ദാവീദിന് അനുതാപം വന്നു. ദാവീദ് കുറ്റബോധമുള്ളവനായി തീർന്നു. ദാവീദ് എളിമപ്പെട്ടു. പ്രിയപ്പെട്ട, അതിനെ തുടർന്ന് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ് 51 സങ്കീർത്തനമെന്ന് അതിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ തന്നെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കഠിനമേറിയ പാപങ്ങളിൽ ദാവീദ് വീണുപോയി. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം പിന്നെയും ദാവീദിൻ്റെ അരികിലേക്ക് ചെന്ന് ദാവീദിനെ അനുതാപമുള്ളവനാക്കി, കുറ്റബോധമുള്ളവനാക്കി, തൻ്റെ പാപത്തെക്കുറിച്ച് ദാവീദിന് ബോധം വരുത്തിയെന്ന്. ദൈവമക്കളെ, നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത് അതാണ്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വരണം. നമുക്ക് നമ്മുടെ പാപങ്ങളെ ബോധ്യം വരികയും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുവാനും അവയെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനുമുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കണം. അതിനുള്ള ഒരു എളിമ നമുക്ക് ലഭിക്കണം. ദാവീദ് തൻ്റെ ജീവിതത്തിൽ വന്ന പാപത്തെ ഈ 51 സങ്കീർത്തനത്തിൽ 3 വാക്കുകളിൽ ദാവീദ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1 ലംഘനം, 2 അകൃത്യം, 3 പാപം. ദാവീദ് പറയുകയാണ്, എനിക്ക് ലംഘനം വന്നു എന്ന്, എനിക്ക് അകൃത്യം വന്നു എന്ന്, ഞാൻ പാപത്തിൽ വീണുപോയി എന്ന്. ദാവീദിന് അനുതാപം വന്നപ്പോൾ ദാവീദ് കണ്ടെത്തിയതാണ്, എനിക്ക് ജീവിതത്തിൽ ലംഘനം വന്നു, അകൃത്യം വന്നു, പാപം വന്നുപോയി എന്ന്. ദൈവമക്കളെ, ഈ രാജാവാണെങ്കിലും ദാവീദിന് തൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വന്നു. മനുഷ്യൻ എത്ര ഉന്നതനാണെങ്കിലും, ഏതെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും, മനുഷ്യന് ദൈവവചനം കേൾക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ അവന് പാപബോധം ലഭിക്കണം, അവന് അനുതാപം ലഭിക്കണം. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ച് അവന് ബോധം വരണം. ദാവീദ് പറയുകയാണ്, എനിക്ക് ലംഘനം വന്നു, അകൃത്യം വന്നു, പാപം വന്നു എന്ന്. എന്നാൽ ദാവീദ് പിന്നീട് പറയുന്നുണ്ട്, പാപത്തിന് പരിഹാരമായി ദാവീദ് പറയുന്ന വാക്കുകളാണ്, എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ എന്ന്. അനുതാപത്തിൽ നിന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകണമേ, എന്നെ വെടിപ്പാക്കണമെന്ന്. അതിൻ്റെ 2ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ദൈവമേ, എന്നെ നന്നായി കഴുകണം, എൻ്റെ അകൃത്യം പോക്കണം, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എന്ന്. ഒരു വെടിപ്പുള്ള അനുഭവം, പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന ഒരു അനുഭവം, ഒരു കഴുകൽ പ്രാപിച്ച അനുഭവം എനിക്ക് ലഭിക്കണമെന്ന്. നമുക്കറിയാം, കഴുകൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞുപോയ, ചെളി പറ്റിയ, അഴുക്ക് പറ്റിയ വസ്തുക്കളെയാണ് കഴുകി ശുദ്ധീകരിക്കുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നെ നന്നായി കഴുകണമെന്ന്. എന്നെ കഴുകുവാൻ തക്കവണ്ണം ധാരാളം അഴുക്കെൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എൻ്റെ വസ്ത്രം മുഷിഞ്ഞു പോയിട്ടുണ്ട്. ദൈവമേ, എൻ്റെ ജീവിത വസ്ത്രം മുഷിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ നന്നായി കഴുകണമേ എന്ന്. എൻ്റെ പാപം എന്നിൽ നിന്ന് നീക്കി എന്നെ വെടിപ്പാക്കണമേ എന്ന്. ദൈവമക്കളെ, ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ കാലങ്ങളിൽ എന്തെല്ലാം പാപത്തിൽ നാം വീണുപോയി എന്നുള്ളതല്ല, എന്തെല്ലാം അകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്നുള്ളതല്ല, ഏതെല്ലാം ലംഘനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി എന്നുള്ളതല്ല, പിന്നെയോ
അതിൽ നിന്നൊക്കെയും എന്നെ കഴുകണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ വെടിപ്പുള്ളവനാക്കി മാറ്റണമേ എന്നുള്ള അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. നമുക്ക് ദൈവത്തോട് അടുക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ദൈവത്തോട് അടുത്തിയെല്ലാനുള്ള ഒരു എളിമയുള്ള ഹൃദയം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു അനുതാപമുള്ള ഹൃദയം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ഏതു മനുഷ്യനും പ്രിയപ്പെട്ടവരെ, അനുതാപമുള്ള ഹൃദയമുണ്ടെങ്കിൽ, പാപബോധമുള്ള ഹൃദയമുണ്ടെങ്കിൽ, ഞാനൊരു പാപിയായി പോയി എന്നുള്ള ആ കുറ്റബോധമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് അടുത്തിയല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തോട് അടുത്തിയെല്ലുവാനുള്ള യോഗ്യത പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ സഭയുടെ പാരമ്പര്യമോ ഒന്നുമല്ല. പിന്നെയോ ആ അനുതാപവും പാപമോചനവും ഉണ്ടെങ്കിൽ ഏത് കഠോരമായ പാപം ചെയ്തവനും ദൈവസന്നിധിയിലേക്ക് കടന്നിയല്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയും, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാന്മാരാരുമില്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഞാനൊരു നീതിമാനാണ്, ഞാനൊരു ഭക്തനാണ്, ഞാൻ നല്ല ജീവിതം നയിക്കുന്നവനാണെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തില്ലാൻ പ്രയാസമാണ്. എന്നാൽ കുറ്റബോധമുള്ള, ഞാനൊരു പാപിയാണെന്നും ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും അനേക വീഴ്ചകളും താഴ്ചകളും ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളും എൻ്റെ ജീവിതത്തിൽ വന്നുപോയല്ലോ എന്നുള്ള ആ ഒരു തകർന്നതും നുറുങ്ങിയതുമായ ഒരു ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 2 പേര് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഒന്ന് പരീശനായിരുന്നു, ഒന്ന് ചുങ്കക്കാരനായിരുന്നു. പരീശന് അവന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവൻ ജനിച്ച കാലം മുതൽ ന്യായപ്രമാണം അച്ചട്ടായിട്ട് ആചരിക്കുകയും ഒരു കടുകട തെറ്റാതെ ജീവിക്കുകയും ചെയ്യുന്ന അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നുണ്ട്, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നുണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെന്നുള്ള ആ സ്വയബോധ്യത്തിൽ നിന്ന്, സ്വയനീതിയിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്. അത്രയും പ്രാർത്ഥിച്ച് നിർത്തിയെങ്കിൽ കുഴപ്പമില്ല, പിന്നെയും പ്രാർത്ഥിച്ചതാണ് ദൈവം വളരെയേറെ വേദനിക്കുന്ന. എന്ത്? അവൻ തൻ്റെ അടുക്കൽ നിൽക്കുന്ന ആ നിസ്സാരനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവനെ പോലെയൊന്നുമല്ല, ഇവനൊരു നിഷ്ഠയില്ലാത്തവനാണ്, ഇവനൊരു ഭക്തിയില്ലാത്തവനാണ്, ഇവനൊരു വ്യവസ്ഥയില്ലാത്ത ജീവിതം നയിക്കുന്നവനാണ്, എന്നാൽ ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന്. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, മറ്റൊരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നീതീകരിക്കുവാനോ അല്ല മറ്റുള്ളവരുടെ ഒരു കുറവ് ദൈവസന്നിധിയിൽ ഉയർത്തിക്കാണിക്കുവാനോ ദൈവം ഒരിക്കലും നമ്മെ ആക്കിയിട്ടില്ല. പ്രിയപ്പെട്ട, കുറവുള്ളവരെ സ്നേഹിക്കുന്നവനാണ് യേശു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് തന്നെ പറഞ്ഞു എന്ന്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നതെന്ന്. പാപികളെ തേടി വന്ന, പാപികളെ വിളിപ്പാൻ വന്ന, പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാൻ വന്ന യേശുക്രിസ്തുവിനെയാണ് നാം പിൻപറ്റുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ സ്വന്തം ഹൃദയത്തിലെ കുറവുകളും നമ്മുടെ സ്വന്തം ജീവിതത്തിലെ പാപങ്ങളും എപ്പോഴും കണ്ടെത്തി വേണം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല. ദൈവമക്കളെ, ദാവീദിന് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ നകന്നുപോയി എന്ന്, എണ്ണപ്പെട്ട പാപങ്ങളിൽ ഞാൻ വീണുപോയി എന്ന്. സങ്കീർത്തനം 51:7, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന്. ദാവീദിന് മനസ്സിലായി, എനിക്ക് നല്ലൊരു ഹൃദയമില്ല എന്ന്. എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ പാപമെല്ലാം ഉടലെടുത്തതെന്ന്. എൻ്റെ ഹൃദയം നല്ലതല്ലാതിരുന്നു കൊണ്ടാണ് ഞാൻ ഈ പാപത്തിലൊക്കെ വീണുപോയെന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. ഇന്നുള്ള ഹൃദയം പോര കർത്താവേ, ഇന്നുള്ള ഹൃദയം വഷളത്വമുള്ളതാണ്, എന്നാൽ എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. ദൈവമക്കളെ, ദാവീദിന് മനസ്സിലായി, പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കാൻ തക്കവണ്ണം ഒരു നിർമ്മലമായ ഹൃദയം ഏതു മനുഷ്യനും ആവശ്യമാണെന്ന്. എല്ലാ മനുഷ്യർക്കും അത് ആവശ്യമാണ്. കാരണം പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിരന്തരം വസിക്കുന്നുവെങ്കിൽ മാത്രമേ പാപത്തിൻ്റെ മേൽ ജയവും, പ്രിയപ്പെട്ടവരെ, ലോകശക്തികളുടെ മേൽ ജയവും, പൈശാചിക വ്യാപാരങ്ങളുടെ മേൽ ജയവും നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എപ്പോഴും നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി നാം നമ്മെ തന്നെ വിനയപ്പെടുത്തി കൊടുക്കണം. പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കണം,
പരിശുദ്ധാത്മാവിൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനും എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുവാനും എനിക്ക് ഭാഗ്യം ലഭിക്കണം. അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ എന്ന്. ജീവിതത്തിൽ നിർമ്മലതയുണ്ടാകുന്നത് അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല. ശുദ്ധീകരണം അതൊരു മനുഷ്യൻ്റെ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യൻ നിർമ്മലനാകുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ നാം മനസ്സിലാക്കണം, ഒരു ദിവസം കൊണ്ട് ആർക്കും വിശുദ്ധരാകാൻ കഴിയുകയില്ല. ഒരു ദിവസം കൊണ്ട് എല്ലാ പാപത്തിൻ്റെ മേലും ചിലപ്പോൾ ജയം കിട്ടിയെന്ന് വരികയില്ല. ഒരു ദിവസം കൊണ്ട് നാം ആരും വിശുദ്ധരായി എന്ന് നമുക്ക് തോന്നിയില്ല എന്ന് വരും. എന്നാൽ ദൈവമക്കളെ നാം മനസ്സിലാക്കണം, നമ്മെ ദിനംതോറും ആ തികവിൻ്റെ വഴിയിലേക്ക്, പൂർണ്ണതയിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവാണ് നമ്മെ നടത്തുന്നത്. ഞാൻ ഈ കാലങ്ങളിലൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അനേകർക്കും ക്രിസ്തീയ ജീവിതം അസാധ്യമാണെന്നും ഇത് ഒരിക്കലും സാധ്യമല്ല എന്ന് ഹൃദയത്തിൽ തോന്നാൻ കാരണം? ദൈവമക്കളെ നാം മനസ്സിലാക്കണം, നാം ഒരിക്കലെങ്കിലും ദൈവത്തോടൊരു വാക്ക് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്ന ഒരനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ശുദ്ധീകരണത്തിൻ്റെ പാതയിൽ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, ഒരു മുറിയിലേക്ക് കടന്നു ചെന്നാൽ അവിടെ വെളിച്ചമുണ്ടോ എന്ന് മറ്റാരും പറയേണ്ട കാര്യമില്ല. ഒരു മുറിയിൽ ഒരു ഇലക്ട്രിക് ട്യൂബോ അല്ലെങ്കിൽ ഒരു ബൾബോ തെളിഞ്ഞു വെക്കുന്നുവെങ്കിൽ അവിടെ പ്രകാശമുണ്ടെന്ന് മറ്റാരും പറയാതെ തന്നെ നമുക്ക് സ്വന്തമായി അനുഭവിക്കാൻ കഴിയും. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ? എനിക്ക് നിരന്തരമായി ദൈവസാന്നിധ്യം ലഭിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയദൃഷ്ടി ഉയർത്തുമ്പോഴൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നാം തിരിച്ചറിയുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ കുറവ് വരുമ്പോൾ അറിയാൻ കഴിയും. കാരണം ഏതോ ഒരു അസ്വസ്ഥത ഹൃദയത്തിലുണ്ട്, ഒരു സമാധാനക്കുറവ് ഹൃദയത്തിലുണ്ട്. അതുവരെയും ഹൃദയത്തിൽ തളം കെട്ടി നിന്ന ആ സ്വർഗീയ ശാന്തി ഹൃദയത്തിൽ കുറഞ്ഞു പോയി അല്ലെങ്കിൽ അറ്റുപോകുന്ന അനുഭവം. എൻ്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പോൾ കർത്താവ് നമ്മെ ഇട്ടുപോയി എന്നല്ല, പരിശുദ്ധാത്മാവ് ഉപേക്ഷിച്ചു പോയി എന്നല്ല. പിന്നെയോ നാം മനസ്സിലാക്കണം, എന്ത് എവിടെയോ എൻ്റെ കർത്താവ് പ്രസാദിക്കാത്തത് എൻ്റെ വാക്കിലോ എൻ്റെ നോക്കിലോ എൻ്റെ പെരുമാറ്റത്തിലോ എവിടെയോ വന്നു പോയിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, വെളിച്ചം കുറയുമ്പോൾ, പ്രകാശം കുറയുമ്പോൾ, ദൈവസാന്നിധ്യം കുറയുമ്പോൾ, ഹൃദയത്തിലെ സന്തോഷം കുറയുമ്പോൾ, നമ്മുടെ ഏകാഗ്രത കുറയുമ്പോൾ നാം പുറകോട്ട് നോക്കണം. എവിടെയാണ് കർത്താവേ അവിടുന്ന് പ്രസാദിക്കാത്തത് എൻ്റെ ജീവിതത്തിൽ വന്നതെന്ന്, എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന്. ദൈവമക്കളെ, നാം ഒരു ആവശ്യക്കാരായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി നമുക്ക് കർത്താവ് അത് മനസ്സിലാക്കി തരും. പ്രിയപ്പെട്ട, എന്നാൽ പെട്ടെന്ന് അലറിയൊരു മനുഷ്യൻ കോപിച്ചാൽ അത് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. ദൈവമക്കളെ, ഞാൻ പറയും, അല്ല നമ്മൾ അലറി കോപിച്ചു പോയി എങ്കിലും കേട്ടു നിന്നവരൊക്കെ ഇവനാണോ കൂട്ടായ്മക്കാരനെന്ന് ചോദിക്കാൻ തക്കവണ്ണം സാക്ഷ്യമില്ലാത്ത സംസാരവും എല്ലാം വന്നുപോയെങ്കിൽ ദൈവമക്കളെ, ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. വീടുപോയി എന്നോർത്ത് നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയുകയില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അനേകർക്കിന്ന് പിടികിട്ടാത്തൊരു മർമ്മമാണിത്. എന്ത്? ഒന്ന് വീണുപോയി, അല്ലെങ്കിൽ ഒന്ന് കോപിച്ചു പോയി, അല്ലെങ്കിൽ അലറി സംസാരിച്ചു പോയി, മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ ആ വില പോയി, സാക്ഷ്യം പോയി, ഇനി ഇതൊന്നും എന്നെ കൊണ്ട് അല്ല. ദൈവമക്കളെ, നമുക്കത് സാധ്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് എന്നെ വിളിച്ചപ്പോൾ അവൻ അറിയാം ഞാൻ ആരാണെന്ന്, എൻ്റെ കഴിഞ്ഞകാലം എന്തായിരുന്നു എന്ന്, ഞാൻ എങ്ങനെയെല്ലാം ജീവിച്ചവനാണെന്ന്, എൻ്റെ പ്രകൃതം എന്തെല്ലാമാണെന്ന്. ദൈവമക്കളെ, അത് മാത്രമല്ല, എൻ്റെ കർത്താവിനറിയാം എന്ത്, ഇവനെ എങ്ങനെയെല്ലാം ഇനി രൂപാന്തരപ്പെടുത്തി എടുക്കാമെന്ന്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ചേർന്ന് നിന്നാൽ, നാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്ത് നാം കർത്താവിനോട് കൂടെ നിന്നാൽ നമ്മെ അവൻ പുതുക്കുമെനെയും. ദൈവമക്കളെ, നമ്മുടെ കുറവുകളൊക്കെ അവൻ കഴുകിത്തരും. എന്തെല്ലാം കുറവുണ്ടെങ്കിലും കർത്താവിനോട് പറയാം. എത്ര വീണുപോയാലും കർത്താവിനോട് പറയാം. 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട്, സഹോദര, നിന്റെ കുറവെല്ലാം ഏറ്റുപറയാ, നീ ലജ്ജിക്കേണ്ട, നീ മുഖം കുമ്പിട്ടിരിക്കേണ്ടവനെ, എല്ലാം ഏറ്റുപറഞ്ഞ് നിന്നെ കഴുകാൻ അവിടുത്തെ രക്തമുണ്ട്, നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ അവിടുത്തെ പരിശുദ്ധാത്മാവുണ്ട്,
നിങ്ങളാരും പുറകോട്ട് മാറരുത് ദൈവമക്കളെ, പുറകോട്ട് കാലടി വെക്കരുത്. എത്ര വീണുപോയാലും, എത്ര പിന്മാറ്റം വന്നു പോയാലും നിങ്ങൾ ഒരിക്കലും പുറകോട്ട് മാറരുത്. പിന്നെയും കുരിശിലേക്ക് നോക്കണം, യേശുവിൻ്റെ അരികിലേക്ക് ചെല്ലണം. അപ്പാ എനിക്ക് തെറ്റ് പറ്റിയെന്ന്, എൻ്റെ യേശുവേ നിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമക്കളെ നാം ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ അനുഭവമാകും എന്ത്, എനിക്ക് ആ പ്രകാശം കിട്ടിയെന്ന്, എൻ്റെ ഹൃദയത്തിൽ ആ സന്തോഷം വന്നു എന്ന്, എൻ്റെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം കിട്ടിയെന്ന്. ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഒരു അനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം കൂട്ടായ്മയിൽ വരുന്നുണ്ട്, ഒരു സമർപ്പണമൊക്കെ എടുത്തിട്ടുണ്ട്, ഒരു സന്തോഷമൊക്കെ നമുക്ക് ചിലപ്പോൾ കാണും. എന്നാൽ അതൊന്നും പ്രിയപ്പെട്ടവരെ അനേകരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നില്ല. അല്ലെങ്കിൽ അതെനിക്ക് നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ള ദാഹമുള്ളവർ വളരെ കുറവാണ് പ്രിയപ്പെട്ടവരെ. എന്ത്, എനിക്ക് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കണം, കർത്താവിനോടുകൂടെ ജീവിക്കണം, തെറ്റുപറ്റാതെ ജീവിക്കണം, എനിക്ക് ദൈവരാജ്യത്തിലെത്താനുള്ള ഒരുക്കം എപ്പോഴും വേണമെന്നുള്ള ആ നിഷ്ഠയും ദാഹമുള്ളവർ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഹൃദയത്തിൽ വന്നേ തീരൂ. എന്ത്, എനിക്ക് തെറ്റ് പറ്റരുത്, എൻ്റെ കർത്താവ് വേദനിക്കുന്ന ഒന്നും വരരുത്. ദൈവമക്കളെ, ദാവീദിന്റെ ജീവിതത്തിലും ഈ തീരുമാനങ്ങളും സമർപ്പണങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദാവീദ് വീണുപോയി. നാം മനസ്സിലാക്കണം, വീണുപോയി എന്നുള്ളത് കൊണ്ട് നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയല്ല, പിന്നെയോ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു ദാഹം നമുക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് പാപം ചെയ്തു പോയി എന്നുള്ള ആ കുറ്റബോധവും, ദൈവം കരുണയുള്ളവനാണെന്നും അവൻ്റെ അരികിലേക്ക് ചെന്നാൽ അവനെൻ്റെ പാപം ക്ഷമിക്കുമെന്നുള്ള ആ ഒരു വാഞ്ച, ആ ദാഹം, ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന്. ദൈവമക്കളെ, നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. ദാവീദിന് വേണമെങ്കിൽ നിരാശപ്പെട്ടു പോകാമായിരുന്നു, ദാവീദിന് വേണമെങ്കിൽ കുമ്പിട്ട് പോകാമായിരുന്നു. ഞാൻ ഇത്ര വലിയ പാപമൊക്കെ ചെയ്തതിൽ ഇനി എനിക്ക് ഒരു രക്ഷയുണ്ടോ എന്ന് ദാവീദിന് ചിന്തിക്കാമായിരുന്നു. എന്നാൽ ദാവീദിന് മനസ്സിലായി, എൻ്റെ പാപം വളരെ കഠിനമേറിയതാണെന്ന്, ഞാൻ ചെയ്തു പോയ പാപം വളരെ കഠിനമേറിയതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. 51-ാം സങ്കീർത്തനത്തിന്റെ 17-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. ദാവീദ് പറയുകയാണ്, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ അത് തകർന്നിരിക്കുന്ന മനസ്സ്. ദൈവമക്കളെ, ദാവീദ് ചിലപ്പോൾ പുറകോട്ട് കണ്ണോടിച്ച് നോക്കി കാണാം. പഴയ നിയമത്തില് ഇന്ന പാപം ചെയ്താൽ ഇന്ന യാഗം കഴിക്കണമെന്ന് അനേക പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് അനേക വിധത്തിലുള്ള യാഗങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ദാവീദിന് മനസ്സിലായി, ഞാൻ ചെയ്ത വ്യഭിചാരത്തിനും ഞാൻ ചെയ്ത കൊലപാതകത്തിനും ഒരു പാപപരിഹാരമായി പഴയ വിധത്തിലൊരു യാഗം ദൈവം കൽപ്പിച്ചിട്ടില്ല എന്ന്. ഈ ദാവീദിന് മനസ്സിലായി, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു യാഗവുമില്ല എന്ന്, അതിനൊരു നേർച്ചയുമില്ല, കാഴ്ചയുമില്ല, അതിനൊരു തീർത്ഥാടനവുമില്ല എന്ന്. ദൈവമക്കളെ, ദാവീദിന് മനസ്സിലായ വലിയൊരു സത്യമാണെന്ത്, എൻ്റെ പാപം അതികഠിനമാണ്, അതിനൊരു യാഗമോ പ്രായശ്ചിത്തമോ ഒന്നും തിരുവചനത്തിലെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല, മോശയുടെ കാലത്തെങ്കിലും ദൈവം കൊടുത്തിട്ടില്ല. ദാവീദിന് മനസ്സിലായി, എന്നാൽ യാഗം കഴിക്കുന്നതിനേക്കാൾ, നേർച്ചയും കാഴ്ചയും കഴിക്കുന്നതിനേക്കാളെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമുള്ള ഒന്നുണ്ട് എന്ന്. വായിച്ചോ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദിന് മനസ്സിലായി, എന്ത്, ഈ എൻ്റെ നേർച്ചയോ കാഴ്ചയോ എൻ്റെ പ്രായശ്ചിത്തമായ യാഗങ്ങളോ ഒന്നുമല്ല, തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദാവീദിന് മനസ്സിലായി, എന്ത്, പാപം ക്ഷമിച്ചു കിട്ടാനുള്ള മാർഗം അതാണ്. എന്ത്, തകർന്നോ ഒരു ഹൃദയം, നുറുക്കമുള്ള ഒരു ഹൃദയം, അനുതാപമുള്ള ഒരു ഹൃദയം, പാപബോധമുള്ള ഒരു ഹൃദയം, എളിമപ്പെടുന്ന ഹൃദയം. ഞാൻ വീണുപോയി എന്നുള്ള ആ താഴ്ന്ന അനുഭവത്തില് ദൈവത്തിന്റെ അരികിലേക്ക് ചെല്ലുക. ദൈവമക്കളെ, യാഗങ്ങൾ ഒന്നുമില്ലാത്ത പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കാൻ അവരെ ദൈവവചനം അനുവദിച്ചിട്ടില്ലാത്ത കഠോരമായ പാപങ്ങൾ ദാവീദിന് വന്നുപോയെങ്കിലും നാം മനസ്സിലാക്കണമെന്ത്, ദാവീദ് അനുതപിച്ചപ്പോൾ, ദാവീദിന്റെ ഹൃദയം തകർന്നപ്പോൾ, ദാവീദിന്റെ ഹൃദയം നുറുങ്ങിപ്പോയപ്പോൾ, ദാവീദ് എളിമപ്പെട്ടപ്പോൾ, സിംഹാസനത്തിൽ നിന്നിറങ്ങി പ്രിയപ്പെട്ടവരെ ദാവീദ് എട്ടിലും വെണ്ണീറിലും ഇരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ, ദാവീദ് ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദാവീദിന്റെ പാപം സ്വർഗത്തിലെ ദൈവം ക്ഷമിച്ചു കൊടുത്തു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം, എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഈ ദാവീദിന്റെ കാര്യത്തിലും ഹിസ്കിയ രാജാവിന്റെ കാര്യത്തിലുമാണ് നാം വായിക്കുന്നത്. എന്ത്, ആര് വന്ന് കർശനമായി ഇടപെട്ടോ അവരെ തന്നെ പരിശുദ്ധാത്മാവ് ഉടനടി അവരുടെ അരികിലേക്ക് അയക്കുകയാണ്. എന്ത്, ദാവീദിനോട് നാഥാം പ്രവാചകൻ പറഞ്ഞു, നിന്റെ പാപം യഹോവ മോചിച്ചിരിക്കുന്നു എന്ന്.
ഹിസ്കിയ രാജാവിനോട് അല്പം മുമ്പ് പറഞ്ഞതാണ് പ്രവാചകൻ വന്ന്, നീ മരിച്ചു പോകും, നിനക്ക് രോഗസൗഖ്യമില്ല, അതുകൊണ്ട് നിന്റെ ഗൃഹകാര്യമെല്ലാം ക്രമത്തിലാക്കിക്കൊള്ളുക എന്ന്. എന്നാൽ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് ദൈവത്തോട് ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതേ പ്രവാചകനിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഹിസ്കിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ത്? നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടിവെച്ചിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, എന്താ നാം മനസ്സിലാക്കേണ്ടത്? നാം തകർന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കഠോരമായ വചനങ്ങൾ നമുക്ക് ദൈവം തന്നതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുതാപം കണ്ട് നമുക്ക് പാപം ക്ഷമിച്ചു തരുന്ന, നമ്മുടെ രോഗം സൗഖ്യമാക്കി തരുന്ന, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്യുവാൻ നമുക്ക് കൃപ തരുന്ന ഒരു ദൈവമുണ്ട് എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീയ യുദ്ധം എന്നും ഉണ്ട് എന്ന് യാക്കോബ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. എന്നും ഒരു ഭക്തന്റെ ജീവിതത്തിൽ യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട് എന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ദൈവമക്കളെ, ഒരു ദൈവഭക്തനോട് ദൈവം പറയുകയാണ്, എന്ത്? നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ദൈവമക്കളെ, ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവമക്കളെ, ഇന്ന് മനസ്സിലാക്കണം, പിശാചിന്റെ ആലോചനകൾ വരുമ്പോൾ, അവന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ലോകചിന്തകൾ നമ്മെ അടക്കി ഭരിക്കാൻ തുടങ്ങുമ്പോൾ നാം എപ്പോഴും ഓർത്തുകൊള്ളണം, ഇത് പിശാചിന്റെ ആലോചനയാണ്, ഇതെന്നെ വീഴിക്കാനുള്ള ആലോചനയാണ്, ഇതെന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള ആലോചനയാണ്. ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്, പിശാചിനോട് എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അത് മാത്രം പോരാ, നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം. ഈ പോരാട്ടങ്ങളും പ്രലോഭനങ്ങളും എല്ലാം വരുമ്പോൾ ദൈവത്തിലെ നീ കുരിശോട് അടുത്ത് ചെല്ലണം. നീ ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോടും അടുത്തു വരും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി തിരഞ്ഞു നടക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ കാര്യം, ദാവീദ് ഒരിക്കൽ പറഞ്ഞതാണ്, ഞാൻ കരടി ജയിച്ചു, ഞാൻ സിംഹത്തെ ജയിച്ചു എന്ന്. ഈ കരടി ഒരു മനുഷ്യന്റെ ജഡത്തെയും സിംഹം പൈശാചിക വ്യാപാരങ്ങളെയാണ് കാണിക്കുന്നത്. ദൈവമക്കളെ, ദാവീദ് ആ സിംഹത്തെ ജയിച്ചു നിന്നു, എന്നാൽ സ്വന്തം ഇഷ്ടം, ജഡമാകുന്ന, പ്രിയപ്പെട്ട മാനുഷിക ബലഹീനതയാകുന്ന ആ ജഡീക വികാരങ്ങളില് ദാവീദ് വീണുപോയി എന്ന്. സിംഹമാകുന്ന പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വെറും അലറുന്ന സിംഹമാണെന്ന. അവനൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അവനെ നാം ഭയപ്പെടേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദാവീദ് വീണുപോയത് തന്റെ ജഡത്തിന്റെ ഇഷ്ടങ്ങളിലാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 വായിക്കൊള്ളുന്നുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളോ. അനേക കാര്യങ്ങൾ ഇവിടെ വിശദമായി വായിക്കുന്നുണ്ട്, വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, മതി. ദൈവമക്കളെ, അനേക കാര്യങ്ങൾ ഇവിടെ വായിക്കുന്നുണ്ട്. ദുഷ്കാമം. പ്രിയപ്പെട്ടവരെ, ദാവീദ് വീണുപോയത് അശുദ്ധിയിലാണ്. ദാവീദിന്റെ കണ്ണിന് നിയന്ത്രണമില്ലായിരുന്നു, അവയവങ്ങളുടെ മേൽ നിയന്ത്രണമില്ലായിരുന്നു. ദാവീദിന്റെ എല്ലാ കടിഞ്ഞാണും തെറ്റിപ്പോയി. ദൈവമക്കളെ, നമ്മുടെ കടിഞ്ഞാണ് ഒരിക്കലും അഴഞ്ഞു പോകരുത്, നമ്മുടെ തീരുമാനങ്ങൾ ഒരിക്കലും അഴഞ്ഞു പോകരുത്, നമ്മുടെ സമർപ്പണത്തിൽ നിന്ന് ഒരിക്കലും നാം പുറകോട്ട് മാറരുത്. എപ്പോഴും നമ്മെ വീഴിക്കുവാൻ, ദൈവത്തിലെ നിന്നെ തെറ്റിക്കുവാൻ അലറുന്ന സിംഹം എന്ന പോലെ പിശാച് നിന്റെ കൂടെയുണ്ട്. ദൈവമക്കളെ, നാം തിരുവചനത്തിൽ വായിക്കുന്നില്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ശിംശോൻ എന്ന ദൈവകരങ്ങളിൽ ഉപയോഗപ്പെട്ട ന്യായാധിപൻ ഫെലിസ്ത്യരയിൽ അകപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഫെലിസ്ത്യർ ദലീലിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് ചെയ്താൽ ഇവനെ ശേഷം മനുഷ്യരെ പോലെയാക്കാം. അവർക്ക് മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. ഈ ശിംശോന്റെ അമാനുഷികമായ ശക്തി ഏതിലാണെന്നറിയണോ? അവനെ ഒരു ശേഷം മനുഷ്യനെ, സാധാരണ മനുഷ്യനെ പോലെയാക്കണോ? ദൈവമക്കളെ, നാം ഗൗരവത്തോടെ ഓർക്കണം, എന്ത്? എന്നെയും നിങ്ങളെയും ദൈവവേലയിൽ ഓരോരുത്തരെയും ഒരു സാധാരണ മനുഷ്യനെ പോലെ വിലയില്ലാത്തവനായി, നിരാശയുള്ളവനായി, പാപത്തിന്റെ അടിമയായി, അശുദ്ധിയുടെ അടിമയായി നിന്നെ മാറ്റിക്കളയണമെന്ന് മാത്രമേ പിശാചിനാഗ്രഹമുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ ജീവിതം എന്നും കരുതലുള്ളതായിരിക്കണം, ദൈവത്തോട് കൂടെയുള്ളതായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം തിരുരക്തത്തിൽ മറഞ്ഞു നിൽക്കുന്നതായിരിക്കണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ.